ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. പനിയുള്ള കുഞ്ഞിനെ പരിചരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പം നമ്മൾ എപ്പോഴും അറിയേണ്ടത് നമ്മുടെ കുഞ്ഞിന്റെ നോർമൽ ബോഡി, ഇടയ്ക്കൊക്കെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിന്റെ നോർമൽ ബോഡി ടെമ്പറേച്ചർ എങ്ങനെയാണെന്നുള്ള ഒരു നിഗമനം നമുക്ക് വേണം. പൊതുവെ കുട്ടികളുടെ ബോഡിയുടെ ശരീരത്തിന്റെ ചൂട് വൈകുന്നേരം ആകുമ്പോഴേക്കും കൂടും, രാവിലെ കാണുന്ന പോലെയല്ല. അത് സാധാരണ രീതിയിലുള്ള ശരീരത്തിന്റെ പ്രവർത്തനമാണ്. കുഞ്ഞ് ആക്റ്റീവാണ്, കളിയും ചിരിയും ഒക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരം രാത്രിയായി കഴിഞ്ഞ് പിന്നെ രാവിലെ ആകുമ്പോഴേക്കും അത് നോർമൽ ആവുന്നുണ്ടെങ്കിൽ അത് സാധാരണ രീതിയിലുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നോർമൽ ശരീര ഊഷ്മാവിനെ പറ്റി നമുക്ക് ഏകദേശം ഒരു ഐഡിയ പാരന്റ് എന്ന നിലയിൽ ഉണ്ടാവണം. സെക്കൻഡ്, ഇതിനൊക്കെ കൂടുതലായിട്ട് വരുന്ന അവസ്ഥ തന്നെയാണ് പനി എന്ന് പറയാം. പനി ഒരു രോഗമല്ല, രോഗലക്ഷണമാണ്. പലതരം കാരണങ്ങൾ കൊണ്ട് പനി ഉണ്ടാവാം. അപ്പൊ എന്നിരുന്നാലും പെട്ടെന്നൊന്നും പനി വന്നു, അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരു തെർമോമീറ്റർ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ നല്ലതാണ്. മെർക്കുറി തെർമോമീറ്റർ, അതായത് ഒരു ഗ്ലാസ് പോലത്തെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ കോവിഡ് ഒക്കെ വന്ന ശേഷം നമ്മുടെയൊക്കെ കയ്യിൽ ഡിജിറ്റൽ തെർമോമീറ്റർ ഉണ്ട്. വലിയ വിലയില്ല, നിങ്ങളൊരു ഡിജിറ്റൽ തെർമോമീറ്റർ വാങ്ങിയിട്ട് വെച്ചൊന്ന് നോക്കാം. കുട്ടിയുടെ ശരീര ഊഷ്മാവ് ഒരു 37.5 ഡിഗ്രിയിലൊക്കെ കൂടുതലാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ചൊരു ശരീരത്തിന്റെ ഊഷ്മാവ് കൂടുതലാണ് എന്നുള്ളത് തന്നെ മനസ്സിലാക്കുക. അപ്പൊ അത്രയും ഇതിനെ ഓടിപ്പോയി മരുന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇളം ചൂടുവെള്ളത്തിൽ ഒരു തോർത്തോ ടർക്കിയോ, ചെറിയ ടവലല്ല കേട്ടോ, നെറ്റിയിൽ മാത്രമല്ല, ഇട്ടിട്ട് അതൊന്ന്, ഇളം ചൂടുവെള്ളമാണ്, തണുത്ത വെള്ളമല്ല. തണുത്ത വെള്ളമാണ് കുട്ടി ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യും. ഇളം ചൂടുവെള്ളത്തിൽ ഈ തോർത്ത് മുക്കിയിട്ട് ദേഹവും എല്ലാം ഒന്ന് നനച്ചു കൊടുക്കുക. ചിലർ ജസ്റ്റ് നെറ്റിയിലൊരു തുണിയിടും, കക്ഷത്തൊക്കെ തുണി വെക്കും. അങ്ങനെയല്ല, ദേഹം മൊത്തം ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ആ ടെമ്പറേച്ചർ കുറഞ്ഞോ നോക്കാം. 38 ഡിഗ്രിയിലും കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ നിങ്ങളുടെ കുട്ടിക്കായിട്ട് കൊടുത്ത പാരസെറ്റമോളിന്റെ മരുന്ന് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഡ്രോപ്സിൽ വേറെ അളവാണ്, സിറപ്പിൽ വേറെ അളവാണ്, ഗുളികയിൽ വേറെ അളവാണ്. അപ്പൊ നമുക്ക് തോന്നിയ പോലെ നമ്മൾ കൊടുക്കരുത്. നിങ്ങളുടെ കുഞ്ഞിന് തന്നെ തന്നതാണെങ്കിൽ മാത്രം അതേ അളവിന് കൊടുക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഡോക്ടറോട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം മരുന്ന് കൊടുക്കാം. ഇനി മൂന്നാമത്തെ കാര്യമാണ്, നമ്മൾ നന്നായി വെള്ളം കുടിക്കാൻ കൊടുക്കാം. പനിയുള്ളപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദാഹം വരും, ക്ഷീണം വരും, ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ല. അപ്പം അവർക്ക് വായിക്ക് ഒട്ടും രുചി ഉണ്ടാവില്ല. അപ്പൊ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്ന കുട്ടിയാണെങ്കിൽ പറ്റുന്നത്ര ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക. മുതിർന്ന കുട്ടികളാണെങ്കിൽ ജ്യൂസ്, കരിക്ക്, അങ്ങനത്തെ വെള്ളം ഒക്കെ, കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ കുടിക്കുന്ന കുട്ടികൾ അതൊക്കെ ഇത്തിരി ഇടയ്ക്കായിട്ട് കൊടുക്കുക. പനി ശരീരത്തിൽ കൂടിയാൽ തന്നെ വയറിലൊരു ഗ്യാസ്ട്രൈറ്റിസ് വന്ന് അവർക്ക് ഓക്കാനം വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഒറ്റയടിക്ക് കുറെ വെള്ളം കൊടുക്കാണ്ട് കുറച്ച് വെള്ളം നിങ്ങൾ കൊടുക്കാൻ നോക്കാം. ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സസ് അവർക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും അവർക്കൊരു തണുപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഫുൾ സ്ലീവും ഫുൾ പാൻറ്റും ഒക്കെ ഇട്ട ഡ്രസ്സ് എടുക്കുക. പതിച്ചു മൂടണം തോന്നുകയാണെങ്കിൽ അവർ പതിച്ചു മൂടിക്കോട്ടെ, അതായിരിക്കും അവർക്ക് കംഫർട്ടബിൾ ആയിട്ടിരിക്കുക. നല്ല തലവേദനയും മസിൽ പെയിനും ഉണ്ടാവും. അപ്പൊ ഒത്തിരി ഓടിക്കളിക്കാൻ വിടാണ്ടിരിക്കുക. ഒത്തിരി ടിവിയും അങ്ങനത്തെ ഗാഡ്ജറ്റ്സ് ഒന്നും വാച്ച് ചെയ്യാൻ കൊടുക്കാതിരിക്കുക. അതൊക്കെ തലവേദന കൂട്ടാനേ സഹായിക്കുള്ളൂ. ജസ്റ്റ് സിമ്പിളായിട്ട് റെസ്റ്റ് എടുക്കുക. ചെറിയ പാട്ടുകൾ വെച്ചു കൊടുക്കാം, നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് കുഞ്ഞിന്റെ പനി കുറയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒട്ടും മടിക്കാതെ തന്നെ ഫസ്റ്റ് ഡേ തന്നെ കൊണ്ട് കാണിക്കുന്നതാണ് നല്ലത്. അല്ല, അന്ന് നിങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള കുട്ടികളുടെ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തണം. എപ്പോഴും ഞാൻ എല്ലാത്തിലും പറയുന്ന പോലെ, അസുഖം വരുമ്പോൾ നമ്മുടെ ടെൻഡർ ലവിങ് കെയർ, നമ്മുടെ ഒരു സ്നേഹമാണ് അവർക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എപ്പോഴും അവരോട് റഫായിട്ടൊന്നും സംസാരിക്കേണ്ട, നല്ല സ്നേഹത്തോടു കൂടി അവരെ ചേർത്ത് പിടിക്കുക. അത് ഏത് അസുഖത്തിന്റെ സമയത്താണെങ്കിലും അത് അവർക്ക് ഉള്ളിൽ നല്ലൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.